തപസ് കാലത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും ആദ്യമേ തന്നെ നേരുന്നു. നമ്മൾ തപസ് കാലം അടുത്ത് കഴിയുമ്പോൾ, തപസ് കാലത്തിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും കുമ്പസാരിക്കുവാനായിട്ട് പോകുന്ന വ്യക്തികളാണ്. കുമ്പസാരം എന്ന കൂദാശയെ നമ്മൾ എപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ധ്യാനിക്കുവാനും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനുമായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കാം. കുമ്പസാരം എന്ന കൂദാശയെ നമ്മൾ സമീപിക്കുമ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ ധൂർത്തപുത്രൻ്റെ മനോഭാവം നമുക്ക് വേണം. പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയെന്ന ആ നിഷ്കളങ്കതയോടുകൂടെ ആയിരിക്കണം നമ്മൾ കുമ്പസാരത്തിലേക്ക് വരേണ്ടത്. കുമ്പസാരക്കൂടിനെ സമീപിക്കേണ്ടത് ഈ ഒരു മനോഭാവത്തോടു കൂടെ ആയിരിക്കണം. കുമ്പസാരത്തിൽ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മൾ കുമ്പസാരിക്കുവാൻ വരുമ്പോൾ ഓരോ പാപങ്ങളും ഓർത്തെടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഓരോ തെറ്റുകൾ, നമ്മളുടെ കുറവുകളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അത് വ്യക്തമായി നമ്മൾ വൈദികരോട് പറയുവാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്, പശ്ചാത്താപ മനോഭാവം നമുക്കുണ്ടാകണം. ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന ആ വൈദികനെ നമുക്കറിയാവുന്നതാണ്, വിശുദ്ധ ജോൺ മരിയ വിയാനി. വൈദികരുടെ ഒക്കെ മാതൃകയായിട്ട് എപ്പോഴും നിൽക്കുന്ന ആ വിശുദ്ധനായ ജോൺ മരിയ വിയാനി ഒരു ദിവസം കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ, കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു വ്യക്തി കുമ്പസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പോകുവാനായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ജോൺ മരിയ വിയാനി കരയുന്നതായിട്ട് കാണുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഈ വ്യക്തി ജോൺ മരിയ വിയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ കരയുന്നതെന്ന്. ജോൺ മരിയ വിയാനി പ്രകാരം പറയുന്നുണ്ട്, നീ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞിട്ട് പശ്ചാത്താപ മനോഭാവമില്ലാത്തത് കൊണ്ട്, നിനക്ക് ആ ഒരു പശ്ചാത്താപ മനോഭാവം ഇല്ലാതെ വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. എനിക്ക് ആ നിൻ്റെ പാപങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കരയുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് പശ്ചാത്താപ മനോഭാവമാണ്. മൂന്നാമതായി നമുക്ക് വേണ്ടത്, നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ നമുക്ക് പാടെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള ആ ഒരു മനോഭാവം വേണം. മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട്, ആ മുട്ടുകുത്തൽ നമ്മളുടെ സമർപ്പണമായിട്ട് നമ്മൾ എപ്പോഴും കരുതണം. ദൈവത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കണം. നാലാമത്, നമുക്ക് വേണ്ട ഒരു മനോഭാവമാണ് ഭയമില്ലാത്ത മനോഭാവം. ഒരിക്കലും കുമ്പസാരക്കൂട് ഒരിക്കലും ഭയത്തോടുകൂടെ ആയിരിക്കരുത് കുമ്പസാരക്കൂടിനെ നമ്മൾ സമീപിക്കേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ ആ കാരുണ്യം അനുഭവിക്കുവാനുള്ള ഒരു സ്ഥലമായിട്ട്, ദൈവത്തിൻ്റെ ആ സ്നേഹം, ധൂർത്തപുത്രൻ്റെ പിതാവ് തൻ്റെ മകനെ ആലിംഗനം ചെയ്തതുപോലെ കുമ്പസാരക്കൂട്ടിൽ നമ്മെ യേശു ആലിംഗനം ചെയ്യുകയാണ്. ഈ തപസ് കാലത്ത് കുമ്പസാരിച്ചൊരുങ്ങിക്കൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.